ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക കിച്ചടിയാണ്. അതിനായി ആദ്യമേ തന്നെ 2 കപ്പ് കോവയ്ക്ക ഇതുപോലെ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കോവയ്ക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സമയം അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 പച്ചമുളകും 4 കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പച്ചമുളക് മാത്രം ചേർക്കുകയാണെങ്കിൽ 3 4 പച്ചമുളക് ചേർത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. നല്ലതുപോലെ അരച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വീണ്ടും ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഉപ്പിടണം. ഇത്രയും മതിയാവും വഴറ്റിയത്. ഇത്രയും ആവുമ്പോഴേക്കും നമുക്കിനി അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ പച്ച ചുവയൊന്ന് മാറ്റണം. ഈ ഒരു സമയം പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 5 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് നോക്കി നോക്കി ഒഴിക്കണേ. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. തീ ഇപ്പം ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പോ പുളിയോ നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇത്രയും ആവുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കോവയ്ക്ക കിച്ചടി റെഡി. അപ്പം നമ്മുടെ കോവയ്ക്ക കിച്ചടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.